TVSന്റെ Ntorq 125 BS6 എനിക്ക് തോന്നുന്നു ഇപ്പോൾ അവൈലബിൾ ആയ സ്കൂട്ടേഴ്സിൽ വെച്ച് ഏറ്റവും നല്ല സ്കൂട്ടേഴ്സിലൊരു ഓപ്ഷൻ തന്നെയാണ്. കാരണം ഏറ്റവും നല്ല പെർഫോമൻസും അതിൻ്റെ കൂടെ തന്നെ സ്റ്റെബിലിറ്റിയും സേഫ്റ്റിയും എല്ലാം കൺസിഡർ ചെയ്തേക്കുന്ന ഒരു സ്കൂട്ടറാണ് Ntorq എന്ന് പറയുന്നത്. അപ്പോൾ ഈ Ntorqനകത്ത് നമുക്ക് പണ്ടുതൊട്ടേ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ് വേർഷൻ ഉണ്ട്, അത് കൂടാതെ നമുക്ക് റേസ് എഡിഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നാൾ മുമ്പായിട്ട് നമുക്ക് റേസ് എഡിഷൻ്റെ ഒരു പുതിയ കളർ വന്നായിരുന്നു. അത് യെല്ലോയും ബ്ലാക്കും കൂടെ ചേരുന്ന ഒരു കളർ തീമായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ലോണം എടുത്ത് നിൽക്കുന്ന പറഞ്ഞായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെടുകയും ചെയ്തായിരുന്നു. പക്ഷേ ഇപ്പം TVSന്റെ പുതിയൊരു എഡിഷൻ വന്നിട്ടുണ്ട്, അതായത് Ntorqന്റെ പുതിയൊരു എഡിഷൻ, അതാണ് സൂപ്പർ സ്ക്വാഡ് എഡിഷൻ. അതും ഈ സൂപ്പർ സ്ക്വാഡ് എഡിഷൻ കണ്ടതിന് ശേഷം എനിക്ക് തോന്നുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ Ntorqന്റെ ലൈനപ്പ് നോക്കുവാണെങ്കിൽ, അതായത് സ്റ്റാൻഡേർഡും റേസ് എഡിഷനും ഇപ്പോഴത്തെ ഏതാണ്ട് ഈ സൂപ്പർ സ്ക്വാഡ് എഡിഷനും കൂടെ നോക്കാൻ നേരത്ത് ഏറ്റവും അട്രാക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരെണ്ണം പറയുന്നത് ഈ സൂപ്പർ സ്ക്വാഡ് എഡിഷൻ തന്നെയാണ്. അതിനകത്ത് തന്നെ ഏറ്റവും എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവഞ്ചേഴ്സ് സീരീസ് ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ ഉറപ്പായിട്ടും ഈ സൂപ്പർ സ്ക്വാഡ് എഡിഷൻ ആയിരിക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ ഈ സൂപ്പർ സ്ക്വാഡ് എഡിഷനകത്ത് എത്ര വേരിയൻസ് ഉണ്ടെന്ന് നിങ്ങൾക്ക് സംശയം കാണും. നമുക്കിപ്പം അവൈലബിൾ ആയിട്ടുള്ള 3 എണ്ണമാണ്. അതിനകത്ത് ഒന്നെന്ന് പറയുന്നത് ക്യാപ്റ്റൻ അമേരിക്ക തീമിൽ വന്നേക്കുന്നതാണ്, പിന്നുള്ളത് ഒരെണ്ണം അയൺമാനും, പിന്നെ അവസാനത്ത് ബ്ലാക്ക് പാന്തർ തീമുമാണ്. അപ്പോൾ നമുക്ക് ആദ്യമേ ഈ ക്യാപ്റ്റൻ അമേരിക്ക തീം നോക്കാം. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ, നമുക്ക് മെറ്റാലിക് ബ്ലൂ കളറിനകത്ത് വേണ്ട ഗ്രാഫിക്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഗ്രാഫിക്സ് എന്ന് പറയുന്നത് റെഡും വൈറ്റും എല്ലാം കൂടെ ചേർന്ന രീതിയിലാണ്. അതിനകത്ത് ഇവിടെ ഏറ്റവും എടുത്ത് നിൽക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രണ്ടിലായിട്ട് തന്നെ നമ്മൾ ക്യാപ്റ്റൻ അമേരിക്കയിലെ ഷീൽഡാണ് കൊടുത്തിരിക്കുന്നത്. ഈ Ntorqന്റെ ഡിസൈനിന് മാച്ച് ആവുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തേക്കുന്നത്. അത് മാത്രമല്ല, നമ്മൾ മെയിൻ ബോഡി പാനലിൽ നോക്കുവാണെങ്കിൽ അവിടെ സൂപ്പർ സോൾജർ എന്നൊരു തീം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ക്യാപ്റ്റൻ അമേരിക്കയുടെ ആ ഒരു അട്രാക്ഷൻ ഏറ്റവും കൂടുതൽ വരുന്ന രീതിയിലാണ് ചെയ്തേക്കുന്നത്. പിന്നെ ഇതിനകത്ത് നമുക്ക് TVS ഏറ്റവും കൂടുതൽ ഈ ക്യാപ്റ്റൻ അമേരിക്ക സീരീസ് അല്ലെങ്കിൽ അവഞ്ചേഴ്സ് സീരീസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് വേണ്ടി കൊടുത്തിരിക്കുന്ന ചെറിയൊരു ഹിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ക്യാപ്റ്റൻ അമേരിക്ക എന്ന് പറഞ്ഞ ക്യാരക്ടർ ലോഞ്ച് ആയ ഇയർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ 41 ആണ് കാണിച്ചിരിക്കുന്നത്. അതായത് 1941 ആണ് ആദ്യം ഈ ക്യാപ്റ്റൻ അമേരിക്ക സീരീസ് വന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ഒരെണ്ണം കൊടുത്തേക്കുന്നത്. അത് മാത്രമല്ല, ഇത് മൊത്തത്തിൽ കാണാൻ നേരത്ത് ഈ മെറ്റാലിക് കളറിൻ്റെ കൂടെ ഇതിനൊക്കെ നല്ലൊരു ഗ്രാഫിക്സും കൂടെ കിട്ടിയപ്പം വണ്ടി നല്ലോണം തന്നെ എടുത്ത് നിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ഈ മെറ്റാലിക് ബ്ലൂ എന്ന് പറയുന്നത് നല്ല അട്രാക്റ്റീവ് ഒരു കളർ തന്നെയാണ്. പക്ഷേ ഇതിനകത്ത് ഡിസൈൻ്റെ ബാക്കി കാര്യങ്ങൾ നോക്കുവാണെങ്കിൽ റേസ് എഡിഷൻ പോലെ തന്നെയാണ്. കാരണം ഫ്രണ്ടിലത്തെ ഹെഡ്ലൈറ്റ് എന്ന് പറയുന്നത് റേസ് എഡിഷനിൽ കിട്ടുന്ന അതേ ഹെഡ്ലൈറ്റ് ആണ്. അതായത് നമുക്ക് T ഷേപ്പിലുള്ള LED DRL കിട്ടുന്നുണ്ട്. അതുകൂടാതെ മെയിൻ ഹെഡ്ലൈറ്റും LED തന്നെയാണ്. നമ്മൾ ടെയിൽ ലൈറ്റ് നോക്കുവാണെങ്കിൽ Ntorqന് ഏറ്റവും അട്രാക്റ്റീവ് ഒരു കാര്യം എന്ന് വെച്ചാൽ അതിൻ്റെ ടെയിൽ ലൈറ്റാണ്. അപ്പോൾ അത് അതേ കണക്കാണ് ഇവിടെ നിർത്തിയിരിക്കുന്നത്. T ഷേപ്പിൽ വരുന്ന ടെയിൽ ലൈറ്റും പിന്നെ അതിൻ്റെ കൂടെ തന്നെ എയർ വെൻ പാറ്റേൺ വരുന്നുണ്ട്. പിന്നെ നെക്ക് പുറമെ നമുക്ക് സ്പ്ലിറ്റ് ടൈപ്പ് ഗ്രാബ് ബാർ വരുന്നുണ്ട്. പിന്നെ അത് കൂടാതെ നമ്മുടെ ഈ എക്സ്റ്റേണൽ ഫ്യൂൽ ക്യാപ്പും അതെല്ലാം നമ്മൾ Ntorqന്റെ റേസ് എഡിഷനിൽ കാണുന്ന അതേ രീതിയിൽ തന്നെയാണ്. പക്ഷേ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡിസൈനും ഈ കളർ തീമും എല്ലാം കൂടെ നല്ലതായിട്ട് മാച്ച് ആവുന്നതുകൊണ്ട് തന്നെ ഈ ക്യാപ്റ്റൻ അമേരിക്ക തീമുള്ള ഈ Ntorq, അതായത് ഇതിൻ്റെ പേരെന്ന് പറയുന്നത് കോമ്പാക്ട് ബ്ലൂ എന്നാണ്, അത് നല്ല രീതിയിൽ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതും എനിക്ക് ഈ സീരീസിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട കളർ ഇത് തന്നെയാണ്. ഇനി അടുത്തതെന്ന് പറയുന്നത് ഇൻവിൻസിബിൾ റെഡ് ആണ്. അതെന്ന് പറഞ്ഞാൽ റെഡ് തീം ആകുമ്പോൾ അറിയാമല്ലോ, നമുക്ക് അയൺമാൻ്റെ ആണ്. പക്ഷേ എനിക്ക് ഈ സീരീസിനകത്ത് അധികം ഇഷ്ടപ്പെടാത്ത ഒരെണ്ണം എന്ന് പറയുന്നത് ഇതാണ്. കാരണം ഇതിനകത്ത് നമുക്ക് മാറ്റ് പെയിൻ്റ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. മാറ്റ് റെഡിനകത്ത് നമുക്ക് ഗോൾഡ് വെച്ചുള്ള ഗ്രാഫിക്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഗ്രാഫിക്സ് നോക്കാൻ നേരത്തെ തന്നെ പ്രോപ്പറായ അയൺമാൻ ഗ്രാഫിക്സ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് നമുക്ക് അയൺമാൻ്റെ ഹെൽമെറ്റും പിന്നെ ആർക്ക് റിയാക്ടറും ഇതെല്ലാം നല്ല രീതിയിൽ തന്നെ അട്രാക്റ്റീവായിട്ട് നിൽപ്പുണ്ട്. പക്ഷേ എനിക്ക് ഈ മാറ്റ് റെഡ് പെയിൻറ്റും അതിൻ്റെ കൂടെ തന്നെ ഈ ഗോൾഡ് ഗ്രാഫിക്സും ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു കളറല്ല. അതുകൊണ്ടാകാം എനിക്ക് ഈ അയൺമാൻ തീം അധികം ഇഷ്ടപ്പെടായിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞില്ല, എനിക്ക് കോമ്പാക്ട് ബ്ലൂ ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതാണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളത്. പിന്നെ ഇതിനകത്ത് തന്നെ ഈ അയൺമാൻ്റെ അകത്ത് തന്നെ ഇവിടെയും നമുക്ക് ഈ അയൺമാൻ ലോഞ്ച് ആയ, അതായത് ഈ സീരീസ് ലോഞ്ച് ആയപ്പോൾ ഉള്ള ഇയർ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. അതെന്ന് പറഞ്ഞാൽ 1963 ആണ്. അപ്പോൾ അതിന് വേണ്ടിയാണ് നമുക്ക് ഈ 63 നമ്പർ കൊടുത്തേക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ചെറിയൊരു ഡീറ്റെയിൽ വരെ TVS ഇവിടെ ശ്രദ്ധിച്ചിട്ടുണ്ട്. പിന്നെ അവസാനമുള്ള കളർ എന്ന് പറയുന്നത്, അതായത് നമുക്ക് അവസാനം വരുന്ന വേർഷൻ എന്ന് പറയുന്നത് സ്റ്റെൽത്ത് ബ്ലാക്ക് ആണ്. നിങ്ങൾക്ക് പേര് കേൾക്കുമ്പോൾ മനസ്സിലായി കാണണം, ബ്ലാക്ക് പാന്തർ തീമാണ്. അതും എനിക്ക് തോന്നുന്നു ഈ സീരീസിനകത്ത് ഒരുപാട് പേരെ അട്രാക്ട് ചെയ്യാൻ പോകുന്നതും ചിലപ്പോൾ ഇത് തന്നെ ആയിരിക്കും. കാരണം എന്ന് വെച്ചാൽ ഇവിടെ മെറ്റാലിക് ബ്ലാക്ക് പെയിനകത്ത് ഒരു പേർപ്പിൾ ഗ്രാഫിക്സ് ആണ് കൊടുത്തേക്കുന്നത്. ഇതിനും ഭയങ്കര അട്രാക്റ്റീവ് ആണ്. പക്ഷേ എനിക്ക് ക്യാപ്റ്റൻ അമേരിക്ക തീം ഒരുപാട് ഇഷ്ടമായതുകൊണ്ടാണ് ആ ബ്ലൂ ഒരുപാട് ഇഷ്ടപ്പെട്ടത്. അത് ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തും TVS പ്രോപ്പറായിട്ട്, അതായത് കറക്റ്റായിട്ടുള്ള ഗ്രാഫിക്സ് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ബ്ലാക്ക് പാന്തറിൻ്റെ മാസ്കും അത് കൂടാതെ വേണ്ട എല്ലാ തീമും ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെയും ബ്ലാക്ക് പാന്തർ ലോഞ്ച് ആയ വർഷവും കാണിച്ചിട്ടുണ്ട്. 66, അതായത് 1966 ലോഞ്ച് ചെയ്തത്. അപ്പോൾ അതും കിട്ടിയിട്ടുണ്ട്. അത് കൂടാതെ ഇത് മൊത്തത്തിൽ നോക്കാൻ നേരത്ത് ഈ ഗ്രാഫിക്സ് നല്ലോണം എടുത്ത് നിൽപ്പുണ്ട്. രണ്ടും ഒരു മെറ്റാലിക് ടച്ചാണ്. പക്ഷേ എന്നാലും ആ കളർ കോമ്പിനേഷൻ നല്ലതായിട്ട് തന്നെ മാച്ച് ആവുന്നതുകൊണ്ട് തന്നെ ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെടേണ്ട ഒരു കളറാണ് ഈ സ്റ്റെൽത്ത് ബ്ലാക്ക് എന്ന് പറയുന്നത്. ഇനി ഈ 3 വണ്ടിക്കകത്തും വേറൊരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സ്പീഡോമീറ്റർ എന്ന് പറയുന്നത് നമുക്ക് Ntorq വരുന്ന ഫുള്ളി ഡിജിറ്റലായ മീറ്ററാണ്. പക്ഷേ ഇവിടെ അവർ ചെയ്ത വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ Ntorqന്റെ സ്മാർട്ട് കണക്ട് ആപ്പ് നോക്കുവാണെങ്കിൽ, അതായത് നമുക്ക് TVSൽ വരുന്ന സ്മാർട്ട് കണക്ട് ആപ്പ് എന്ന് പറഞ്ഞാൽ ആപ്പുമായിട്ട് നിങ്ങൾ പെയർ ചെയ്യാൻ നോക്കുവാണെങ്കിൽ നിങ്ങളുടെ വണ്ടിയുടെ തീം ഏതാണോ അതിനെ ബേസ് ചെയ്തൊരു തീമായിരിക്കും ആ ആപ്പിനകത്ത് കിട്ടാൻ പോകണം. അപ്പോൾ അതൊരു ചെറിയ ഡീറ്റെയിൽ ആണെങ്കിലും നമുക്ക് അതിന് മാച്ച് ആവുന്ന രീതിയിലാണ് വന്നേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെ നല്ല കാര്യം തന്നെയാണ്. പിന്നെ ഈ വണ്ടിക്കകത്ത് നിങ്ങൾക്ക് ബാക്കി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ, അതായത് ഈ വണ്ടിയുടെ റൈഡ് ക്വാളിറ്റിയും പെർഫോമൻസും അല്ലെങ്കിൽ നിങ്ങൾക്ക് സേഫ്റ്റിയും കാര്യങ്ങളൊക്കെ സംശയം ഉണ്ടെങ്കിൽ അത് നമുക്കിപ്പോൾ Ntorq BS6നകത്ത് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടിയുടെ എഞ്ചിനും അല്ലെങ്കിൽ കോർ കാര്യത്തിനകത്തൊന്നും മാറ്റം വന്നിട്ടില്ല. അത് പക്ഷേ നല്ലൊരു കാര്യമാണ്. കാരണം വെച്ചാൽ Ntorq 125 BS6 എന്ന് പറയുന്ന വണ്ടി എനിക്ക് തോന്നുന്നു പവർ നോക്കാൻ നേരത്തെ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് തരുന്ന വണ്ടി തന്നെയാണ്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഏറ്റവും നല്ല വലിയ ടയേഴ്സ് ഫ്രണ്ടിലും ബാക്കിലും ഉപയോഗിച്ചിരിക്കുന്നതുകൊണ്ട് നമുക്ക് നല്ല സ്റ്റെബിലിറ്റിയും സേഫ്റ്റിയും എല്ലാം ഉള്ളൊരു വണ്ടിയാണ് Ntorq BS6 എന്ന് പറയുന്നത്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു വണ്ടിയാണ്. അതായത് നമുക്ക് പെർഫോമൻസ് ഒക്കെ ബേസ്
ബേസ് നിങ്ങൾ നോക്കുവാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഒരു ഓപ്ഷൻ തന്നെയാണ് Ntorq BS6 എന്ന് പറയുന്നത്. അത് നമ്മൾ ഈ Ntorq BS6ൻ്റെ ഒരു ഡീറ്റെയിൽ റിവ്യൂ ചാനൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ വണ്ടിയുടെ റൈഡ് ക്വാളിറ്റി, പെർഫോമൻസ്, അതുപോലെ തന്നെ സേഫ്റ്റി, പിന്നെ മൈലേജ് അങ്ങനത്തെ കാര്യങ്ങൾ കൂടുതൽ അറിയണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ആ വീഡിയോ ചെക്ക് ചെയ്താൽ മതി. അതും ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ സെക്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ Ntorqൻ്റെ സൂപ്പർ സ്കോർ എഡിഷനെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും. അപ്പോൾ നമ്മൾ മൊത്തത്തിൽ നോക്കുവാണെങ്കിൽ ഇതെന്ന് പറഞ്ഞാൽ ഒരു പുതിയ തീം കൊണ്ടുവന്നേക്കുവാണ്. അതായത് നമുക്ക് റേസ് എഡിഷൻ പോലെ തന്നെ പുതിയൊരു തീമാണ് സൂപ്പർ സ്കോർ എഡിഷൻ എന്ന് പറയുന്നത്. അതും ഈ സൂപ്പർ സ്കോർ എഡിഷൻ്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങൾക്ക് അവഞ്ചേഴ്സ് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ നിങ്ങളൊരു അവഞ്ചർ ഫാൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടാൻ പോകുന്ന ഒരു സീരീസാണ് ഈ സൂപ്പർ സ്കോർ എഡിഷൻ എന്ന് പറയുന്നത്. അതിനകത്തൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇത് അവഞ്ചേഴ്സ് തീമിൽ വന്നേക്കുന്ന ഒരു വണ്ടിയായതുകൊണ്ട് തന്നെ ഇതെന്തായാലും വില കൂടിയൊരു വണ്ടി ആവണം. അതായത് നമുക്ക് ബാക്കിയുള്ള Ntorq നോക്കുവാണെങ്കിൽ അതിനെക്കാട്ടിയും കുറച്ചുകൂടെ പ്രൈസ് കൂടിയിരിക്കുകയാണ്. പക്ഷേ എനിക്കത് വലിയൊരു പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു തീമിൽ ഇറങ്ങുന്ന വണ്ടിക്ക് എന്തായാലും പ്രൈസ് കൂടുതലായിരിക്കും. അതും ഇതിൻ്റെ ഇപ്പോഴത്തെ കൊല്ലം കേരളത്തിലെ എക്സ്ഷോറൂം പ്രൈസിംഗ് എന്ന് പറയുന്നത് 85,526 ഇന്ത്യൻ റുപ്പീസാണ്. അത് നിങ്ങൾക്ക് ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസിംഗ് അറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ കൊല്ലത്തുള്ള ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് SS TVSനെ കോൺടാക്ട് ചെയ്താൽ മതി. അവരിലിപ്പോൾ വണ്ടി അവൈലബിൾ ആണ്. അത് മാത്രമല്ല നിങ്ങൾക്ക് ടെസ്റ്റ് റൈഡ് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ ബുക്കിംഗ് ഡീറ്റെയിൽസോ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അവർ പറഞ്ഞു തരും. അതിനുവേണ്ടി നിങ്ങൾ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ ഇത്രയുള്ള ഈ വീഡിയോ എന്ന് പറയുന്നത്. അതും ഈ വീഡിയോയ്ക്കകത്ത് ഞാൻ ഇടയ്ക്ക് വെച്ച് തന്നെ പറഞ്ഞായിരുന്നല്ലോ, എനിക്ക് ഇതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട കളർ എന്ന് പറയുന്നത് കോമ്പാറ്റ് ബ്ലൂ ആണ്. അതായത് ക്യാപ്റ്റൻ അമേരിക്ക തീം എന്നാണ്. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ ഏതാണോ അല്ലെങ്കിൽ നിങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട തീം ഏതാണെന്നുള്ള കാര്യം നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പറയുകയാണെങ്കിൽ നല്ലതായിരിക്കും. അത് മാത്രമല്ല ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക. അതുകൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ ചാനൽ പ്രൊമോട്ടും ചെയ്യുക. നമുക്ക് എത്രയും പെട്ടെന്ന് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.